നമസ്കാരം, സ്പോർട്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂപ്പർ 8 മത്സരത്തിലെ ആദ്യ മത്സരമായി ടീം ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടാൻ പോവുകയാണ്. ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 7 മണിക്ക് അഹമ്മദാബാദിലെ ശ്രീ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കാൻ പോകുന്നത്. വിജയത്തിൽ കുറഞ്ഞ ഒന്നും തന്നെ ടീം ഇന്ത്യ ഇന്ന് പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ടീമിൽ മാറ്റങ്ങൾക്ക് സാധ്യതകൾ കാണുന്നുണ്ടോ? സഞ്ജു സാംസൺ ഇന്ന് കളിക്കുമോ എന്നുള്ളതാണ് ആരാധകരും അതുപോലെ തന്നെ പ്രേക്ഷകരും ഒരുപോലെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. മഴയ്ക്ക് സാധ്യതകൾ കാണുന്നുണ്ടോ എന്നും നമുക്ക് വിശദമായി ഒന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ടീം ഇന്ത്യയുടെ സാധ്യത പ്ലേയിങ് 11 ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ടീം ഇന്ത്യയുടെ സാധ്യത പ്ലേയിങ് 11 പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ന് സഞ്ജു സാംസണ് കളിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് പ്രമുഖ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അഭിഷേക് ശർമ്മ തന്നെയായിരിക്കും കളിക്കാൻ സാധ്യത എന്നും അവർ റിപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മത്സരം കളിച്ച വാഷിംഗ്ടൺ സുന്ദർ ഇന്ന് പുറത്തിരിക്കാനാണ് സാധ്യത. അക്സർ പട്ടേൽ തിരിച്ചെത്താനും സാധ്യതയുണ്ടെന്നും പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ സാധ്യത പ്ലേയിങ് 11 ഇങ്ങനെയായിരിക്കാം. അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും കൂടി ഓപ്പൺ ചെയ്യാൻ തന്നെയായിരിക്കും സാധ്യതകൾ കാണുന്നത്. ദെൻ തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, റിങ്കു സിംഗ്, ഹാർദിക് പാണ്ഡ്യ, ശിവം ഡ്യൂബെ, വാഷിംഗ്ടൺ സുന്ദർ അല്ലെങ്കിൽ അക്സർ പട്ടേൽ, ജസ്പ്രീത് ബുംറ, അർഷദീപ് സിംഗ് അല്ലെങ്കിൽ മുഹമ്മദ് സിറാജ്, വരുൺ ചക്രവർത്തി ഈ ഒരു പ്ലേയിങ് 11 വെച്ചുകൊണ്ട് ഇറങ്ങാൻ തന്നെയായിരിക്കും ടീം ഇന്ത്യ സാധ്യത എന്നാണ് പ്രമുഖ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി മറുഭാഗത്ത് എന്ത് മാറ്റങ്ങളൊക്കെ ആയിട്ടായിരിക്കും സൗത്ത് ആഫ്രിക്ക വരിക, അല്ലെങ്കിൽ സെയിം പ്ലേയിങ് 11 കൊണ്ട് തന്നെ ഇറങ്ങുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ സൗത്ത് ആഫ്രിക്കയുടെ സാധ്യത പ്ലേയിങ് 11 ഇങ്ങനെയായിരിക്കാം. ക്വിൻ്റൻ ഡീകോക്കും റയാൻ റിക്കൾട്ടനും കൂടി ഓപ്പൺ ചെയ്യാൻ തന്നെയാണ് സാധ്യതകൾ കാണുന്നത്. ദെൻ ആഡൻ മാക്രം, ഡെവാൾഡ് ബ്രെവിസ്, ഡേവിഡ് മില്ലർ, സ്റ്റബ്സ്, മാർക്കോ ഞാൻസൺ, കോർഗെ ബോഷച്ച് അല്ലെങ്കിൽ ലിൻഡെ, കാസിഗോ റബാഡ, കേശവ് മഹാരാജ്, ലുങ്കി ലെങ്കിഡി അല്ലെങ്കിൽ ആൻഡ്രെ നോർട്ടേജ് ഇങ്ങനെ ഒരു മാറ്റങ്ങൾ വരാനും സാധ്യതകൾ കാണുന്നുണ്ടെന്നും പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ ഒരു മാറ്റങ്ങളോട് കൂടി ഇറങ്ങും, അല്ലെങ്കിൽ സെയിം പ്ലേയിങ് 11 കൊണ്ട് സൗത്ത് ആഫ്രിക്ക ഇറങ്ങും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമ്മൾ ഒരു കിടിലം പോരാട്ടം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഇവിടുത്തെ പിച്ച് റിപ്പോർട്ട്, അതായത് ശ്രീ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലെ ഒരു പിച്ച് റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പല മത്സരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. നല്ല ഹൈ സ്കോറിംഗ് മാച്ചൊക്കെ നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത്. റൺസ് ഒഴുകുന്നതെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ഇവിടെ ചേസിങ്ങിന് പറ്റിയൊരു പിച്ചാണ്. കുറച്ച് ഡിഫിക്കൽട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ചേസിങ്ങിന് പറ്റിയൊരു പിച്ച് കൂടിയാണ് ഈ ഒരു പിച്ച് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ടോസ് ഒരു നിർണായക ഘടകമായിട്ട് വരാനും സാധ്യതയുണ്ട്. ആദ്യം ടോസ് കിട്ടുന്ന ടീം ബോളിംഗ് തിരഞ്ഞെടുക്കാൻ തന്നെയായിരിക്കും സാധ്യതകൾ എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഇവിടെ സ്പിന്നേഴ്സിന് കുറച്ച് എക്സ്ട്രാ കെയർ കിട്ടുമെന്നും നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഒരുപോലെ പേസേഴ്സിനും ഉതകുന്ന ഒരു പിച്ച് കൂടിയാണെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എക്സ്ട്രാ സ്പിന്നേഴ്സിനെ വെച്ച് ഇറങ്ങാനും ടീമുകൾ മുതിർന്നേക്കാമെന്നും സൂചിപ്പിക്കുന്നു. പിന്നെ സെക്കൻഡ് ഇന്നിങ്സ് സമയത്ത് ഒരു ഫാക്ടറായിട്ട് വരാനും സാധ്യതകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കിടിലം പോരാട്ടം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി ഇവിടുത്തെ ഒരു വെതർ റിപ്പോർട്ട് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ മഴയ്ക്ക് സാധ്യതകളൊന്നും തന്നെ കാണുന്നില്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കളി തുടങ്ങുന്നത് രാത്രി 7 മണിക്കാണ്. അപ്പോഴത്തെ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 30 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹേസി സൺഷൈൻ ത്രോ ഔട്ട് ദ ഡേ എന്നാണ് പിച്ച് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഴയ്ക്കൊട്ടും സാധ്യതകൾ കാണുന്നില്ല. വെതർ ക്ലീനാണ്, പിച്ച് റെഡിയാണ്, കളിക്കാരും റെഡിയാണ് തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇനി ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോഴുള്ള ഹെഡ് ടു ഹെഡ് പരിശോധിക്കുകയാണ്. 31 മാച്ചാണ് ഇവർ തമ്മിൽ കളിച്ചിട്ടുള്ളത്. അതിൽ 18 തവണ ഇന്ത്യയും സൗത്ത് ആഫ്രിക്ക 12 തവണയാണ് വിജയിച്ചിട്ടുള്ളതെന്നും ഒരു കീപ്പ് സ്റ്റാറ്റസായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഒരു തവണ റിസൾട്ട് ഇല്ലാതെയും പോയിട്ടുണ്ട്. ഇനി T20 കണക്കുകൾ നോക്കിയാൽ ഇന്ത്യ 5 തവണ വിജയിച്ചിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്കയാവട്ടെ 2 തവണ വിജയിക്കാൻ മാത്രമാണ് സാധിച്ചിട്ടുള്ളതാണ് T20 കീപ്പ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാണ് ഇവിടെ മുൻതൂക്കം. അതിന് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെയായിരിക്കും ടീം ഇന്ത്യ ഇന്നും ശ്രമിക്കുക. കുതിപ്പ് തന്നെ തുടരാൻ സാധ്യതകൾ കാണുന്നുണ്ട്. ഇനി ഇവിടുത്തെ ആവറേജ് എല്ലാം കൂടി എടുത്ത് നോക്കുവാണെങ്കിൽ
ഫസ്റ്റ് ഇന്നിങ്സ് ബാറ്റിംഗ് ഇട്ടുള്ളപ്പോൾ വിജയിച്ചിട്ട് 10 വട്ടമാണ് അവർ വിജയിച്ചിരിക്കുന്നത്. പിന്നെ സെക്കൻഡ് ബാറ്റിംഗ് 5 തവണ മാത്രമാണ്. പിന്നെ ഫസ്റ്റ് ബാറ്റിങ്ങിൻ്റെ ആവറേജ് സ്കോർ 190+ ആണെന്ന് പറയുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് ഇന്നിങ്സ് സമയത്ത് 150+ ആണെന്നും പറയുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഹയസ്റ്റ് ടീം ടോട്ടൽ എന്ന് പറയുന്നത് 230+ ആണ് കേട്ടോ. 230+ ആണ് പറയുന്നത്. പിന്നെ ലോവസ്റ്റ് ടീം ടോട്ടൽ 110+ ആണ് എന്നും പറയുന്നുണ്ട്. പിന്നെ ഹയസ്റ്റ് ഇവിടുത്തെ റൺ ചേസിനെ പറ്റിയൊരു പിച്ച് തന്നെയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടുത്തെ ഒരു ഹയസ്റ്റ് റൺ ചേസ് ഒന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. 170+ ആണ്. അതായത് 170 മേലെ സ്കോർ ചെയ്ത മത്സരങ്ങളൊക്കെ ടീം ഇന്ത്യ വിജയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് കീപ് സ്റ്റാറ്റസ്. എന്തായാലും വിജയ് കുൽദീപ്പോടെ സ്കൈക്കും പിള്ളേർക്കും അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകാൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു കിടിലം പോരാട്ടം തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് സ്പോർട്സ് ചാനൽ വീണ്ടും എത്താം.